മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നമ്മുടെ പഴവും അവലും ചേർത്തിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണിത്. സാധാരണ നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് കൊഴുക്കട്ട തയ്യാറാക്കാറുള്ളത്. ഇത് അരിപ്പൊടിയൊന്നും ചേർക്കാതെ പഴവും അവലും മാത്രം ചേർത്ത് നമുക്ക് കൊഴുക്കട്ട തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കൊഴുക്കട്ട തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു വലിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. 2 ചെറിയ ഏത്തപ്പഴമാണെങ്കിലും ഒരു വലിയ ഏത്തപ്പഴമാണെങ്കിലും ഞാൻ ഈ പറയുന്ന അളവ് മതി. അതിലേക്ക് 1/2 കപ്പ് അവിലെടുത്തിട്ടുണ്ട്, 1/2 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്, 3 ഏലക്ക എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് ശർക്കര പാനി എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് ശർക്കര താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താലും മതി. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. പിന്നെ വേണ്ടത് നെയ്യാണ്. നെയ്യുടെ അളവ് ഞാൻ പറയുന്നില്ല, 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം, അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ അവിലും ഏലക്കയും ചേർത്തൊന്ന് മിക്സിയിൽ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഫൈൻ പൗഡറായിട്ട് പൊടിക്കേണ്ട, ചെറിയ തരികളോടുകൂടി പൊടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചെടുക്കാം കേട്ടോ, അപ്പോഴാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പൊടിച്ചെടുക്കാൻ പറ്റുക. അപ്പോൾ ഞാനിപ്പോൾ ജാറിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക മുഴുവനെ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഏലക്ക പൊടി ചേർത്താലും മതി. അതുപോലെ തന്നെ അവിലും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 2-3 പ്രാവശ്യം പൾസ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഫൈൻ പൗഡർ ആവണ്ട, നമുക്കൊന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ ഞാൻ അവിലും ഏലക്കയും ചേർത്ത് ഇതുപോലെ തരിതരിപ്പായിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ ഏത്തപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം ഞാൻ എന്താ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം എടുക്കണം കേട്ടോ. തൊലി കറുത്തു തുടങ്ങിയ ഏത്തപ്പഴമാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിനി ഏത്തപ്പഴം ഒന്ന് നെയ്യിൽ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കുക. ഇനി പഴം ഒന്ന് നന്നായിട്ട് കളർ മാറി സോഫ്റ്റ് ആയി വരുന്നത് വരെ നമ്മൾ ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇപ്പോൾ വേറെ ഒന്നും ചേർക്കാനില്ല. പഴം നന്നായിട്ട് സോഫ്റ്റായി കളറൊന്ന് മാറി ഉടഞ്ഞു തുടങ്ങണം. ആ ഒരു പാകത്തിലായി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഞാനിത് വഴറ്റിയെടുക്കട്ടെ, അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം കണ്ടു നന്നായിട്ട് നെയ്യിൽ വഴറ്റി ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനി അല്ലെങ്കിൽ പഞ്ചസാര, നിങ്ങൾക്ക് ഏതാണോ മധുരത്തിന് ആവശ്യമുള്ളത് അത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് തേങ്ങയും അവലും എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള, അതിനെല്ലാത്തിനും കൂടെ ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. പഴത്തിന് മധുരം ഉണ്ടാവും, എങ്കിലും തേങ്ങയ്ക്കും അവലിനും എല്ലാം ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുക. ഇനി ഈ ശർക്കരപ്പാനി ഒന്ന് വറ്റി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏലക്കപ്പൊടിയാണ് ഉള്ളതെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്താലും മതി. പക്ഷേ ഏലക്കപ്പൊടിയേക്കാൾ ടേസ്റ്റ് കൂടുതൽ നമ്മുടെ ഏലക്ക നമ്മൾ അവലിൻ്റെ കൂടെ പൊടിച്ച് ചേർക്കുമ്പോഴാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ശർക്കരപ്പാനി വറ്റി വരുമ്പോൾ തേങ്ങയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് തേങ്ങയിലേക്കും ശർക്കരപ്പാനി ഒന്ന് പിടിച്ചു വരുന്ന രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ എളുപ്പമാണ് ഈ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഈ ഒരു പ്രോസസ്സ് മാത്രമേ, നമ്മുടെ പഴം ഒന്ന് വഴറ്റിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സ് മാത്രമേ നമുക്ക് കുറച്ച് സമയം എടുക്കുന്നതുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ അതാ ശർക്കരപ്പാനിയൊക്കെ കംപ്ലീറ്റ് വറ്റി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒന്നുകൂടി നമ്മുടെ പഴം ഒന്ന് ഉടച്ചെടുത്തിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന അവലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം അവലിൻ്റെ മിക്സ് ചേർക്കാനായിട്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടല്ല, കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അവലിൻ്റെ മിക്സും പഴവും നന്നായിട്ട് യോജിച്ച് കിട്ടാനാണ് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചേർക്കുന്നത്. അപ്പോൾ അരിപ്പൊടിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, അവലാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിലും ഒരു പഴവും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കൊഴുക്കട്ട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ട്രൈ ചെയ്തോളൂ കേട്ടോ. വൈകിട്ട് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കല്ലേ. ഏത്തപ്പഴവും നെയ്യും അവലും ഒക്കെ അല്ലേ, അല്ലാതെ നമ്മൾ ഇതിലേക്ക് പറ്റാത്ത കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ മിക്സ് കറക്റ്റായി
നനവൊക്കെ കറക്റ്റാണ്. നമ്മുടെ അവലിൻ്റെ പൊടി നന്നായിട്ട് പഴവുമായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം കൂടുതലായിട്ടില്ല, ശർക്കരപ്പാനിയൊന്നും കൂടുതലായിട്ടില്ല. ഇനി നമുക്കിതൊന്ന് ഇളം ചൂടാവുമ്പോൾ ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ തന്നെ ഉരുട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ പൊള്ളും. ശർക്കരയുടെയും പഞ്ചസാരയുടെയും ചൂടൊന്ന് കുറഞ്ഞു വന്നിട്ട് മാത്രം ഉരുട്ടിയെടുക്കുക. ഒന്ന് ചൂട് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇളം ചൂടാകുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്താലേ നമ്മുടെ കൊഴുക്കട്ടയുടെ ഫൈനൽ സ്റ്റേജ് ആവുള്ളൂ. ഇതിലേക്ക് നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സോ ആൽമണ്ട്സോ ഒക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സ് ചേർക്കാം, ഇല്ലെങ്കിൽ ആൽമണ്ട്സ് ചേർക്കാം. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് നെയ്യിൽ ആദ്യമേ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം പഴം വഴറ്റിയെടുക്കുക. ആ തേങ്ങാക്കൊത്ത് ലാസ്റ്റ് ആഡ് ചെയ്യുക. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ആഡ് ചെയ്യുക. അതും കൂടി ചേർത്തിട്ടാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന ഭാഗത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്തിട്ട് നമുക്കിത് കൊഴുക്കട്ടയാക്കി എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒന്നും ചേർക്കാതെയാണ് ചെയ്യുന്നത്. ആ തേങ്ങയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലുള്ള ഓപ്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ചൂട് മാറി വരുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയുടെ മിക്സിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഞാൻ ഒരുപാട് വലിയ ബോൾസ് ആക്കി എടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കൊഴുക്കട്ട റെഡിയാക്കി എടുക്കാം. ഞാൻ ചെറിയ കൊഴുക്കട്ടകളാണ് റെഡിയാക്കുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് റെഡിയാക്കിയിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഇത് എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. ഇതുപോലത്തെ ചെറിയ ബോൾസാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ തയ്യാറാക്കി വീട്ടിലെല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുക്കട്ടെ. അതിനുശേഷം നമ്മൾ ഇഡ്ഡലി തട്ടിലോ സ്റ്റീമറിലോ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കുക. ഈ ഒരു വലുപ്പത്തിലാണെങ്കിൽ 10 മിനിറ്റ് മതി. കുറച്ചുകൂടി വലിയ ബോൾസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 12 മിനിറ്റ് വരെ ആവി കയറ്റിയെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനി കൊഴുക്കട്ട കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ പഴം കൊഴുക്കട്ടയൊക്കെ കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.